ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനം ആവശ്യപ്പെട്ട ഇസ്രയേലിൽ വൻ പ്രതിഷേധം. ഇസ്രയേലിലെ പ്രധാന ട്രേഡ് യൂണിയൻ ഹിസ്ബർത്ത് ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇസ്രയേലി പതാകയുമായി നിരവധി പേരാണ് ഇന്നലെ തെരുവിലിറങ്ങിയത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്തൊക്കെയാണ് കൂടുതലായുള്ള വിശദാംശങ്ങൾ? അഞ്ജന, ശക്തമായ പ്രതിഷേധമാണ് ഇന്നലെ ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതോടുകൂടി ഇസ്രായേലിൽ നിലനിൽക്കുന്നത്. ബന്ദികളുടെ മോചനത്തിനായി, അതായത് കഴിഞ്ഞ ഒക്ടോബർ 7-ന് ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനത്തിനായി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്ന ആരോപണമാണ് ഉണ്ടാകുന്നത്. ഇത് പലതവണയായി, അതായത് ഇത് 4ാമത്തെ തവണയാണ് ഇത്തരത്തിൽ ബന്ദികളുടെ മോചനത്തിനായി സർക്കാർ ഇടപെടുന്നില്ലെന്നൊരു ആരോപണവുമായി വലിയൊരു പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇന്നലത്തെ പ്രതിഷേധം സമാധാനപരമായിരുന്നുവെങ്കിൽ കൂടി ടെലവീവിലും മറ്റുമുണ്ടായ ചില അനിഷ്ട സംഭവങ്ങൾ ഈ പ്രതിഷേധത്തിനെ കുറെ കൂടി ശക്തമാക്കി മാറ്റി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പ്രധാന പാത, ദേശീയപാതയെല്ലാം തന്നെ തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ടെലവീവിൽ പ്രതിഷേധം എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും വലിയൊരു പ്രതിഷേധം ഈ ബന്ദികളുടെ മോചനത്തിനായി ടെലവീവിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇസ്രായേലിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ദേശവ്യാപകമായി പ്രതിഷേധത്തിന് ഹിസ്ബർത്ത് എന്ന് പറയുന്ന ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ ആഹ്വാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്നലെയാണ് നമുക്കറിയാവുന്നതുപോലെ 6 ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും അതിനായി ശക്തമായ രക്തച്ചൊരിച്ചിലുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഇത്തരത്തിൽ രണ്ടിടങ്ങളിലും, അതായത് ഇസ്രായേലിന്റെ 2 വശങ്ങളിലുമുള്ള ഗാസയിലും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും ശക്തമായ ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത് എങ്കിൽ കൂടി ബന്ദികളുടെ മോചനത്തിനായുള്ള നീക്കങ്ങൾ കാര്യക്ഷമമാകുന്നില്ല. ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവർക്ക് കാര്യമായ വൈദ്യസഹായമോ മികച്ച രീതിയിലുള്ള വൈദ്യസഹായമോ അതുപോലെ ഭക്ഷണമോ മറ്റ് അനുബന്ധ സൗകര്യങ്ങളോ ഒരുക്കുന്നതിൽ പോലും ഇസ്രായേൽ പരാജയപ്പെടുന്നു എന്നൊരു പ്രതിഷേധമാണ് നാട്ടുകാർക്കിടയിൽ, അതായത് ഇസ്രായേലി ജനതയ്ക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. ട്രേഡ് യൂണിയൻ ഉൾപ്പെടെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ആഹ്വാനം ചെയ്തിരിക്കുകയുമാണ്. ഇന്ന് അതിശക്തമായ പ്രതിഷേധം ഇസ്രായേലിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഞ്ജന. ശരി.